ഒന്നുകൂടെ ഉറപ്പിച്ച് പറയട്ടെ, മാർക്കോയുടെ വാക്കുകൾക്ക് എണ്ണം വേണം. കുടുംബത്തിൽ ആരുടെയെങ്കിലും ചോര വീണാൽ പ്രതികാരം ചെയ്യാൻ അവൻ വരും, അവനെ സൂക്ഷിക്കണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്ലാഡിയേറ്റർ മാർക്കോ കഴിഞ്ഞ 3 സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ ആരുടെയും ചോര പടിയാതെ ചങ്ക് വിരിച്ചു നിന്ന് സംരക്ഷിച്ച ഗ്ലാഡിയേറ്റർ മാർക്കോ ലെസ്കോവിച്ച് ക്രൊയേഷ്യയിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ തൊള വീണ് തുടങ്ങിയിട്ട് കാലം കുറയായി. പോകുന്നവനും വരുന്നവനും എല്ലാ എണ്ണത്തിനും ഗോൾ അടിച്ച് തിമിർക്കാനുള്ള ഒരു കോമഡി പീസായി മാറിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾമുഖം. വീണ്ടും കരുത്തിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ ഗ്ലാഡിയേറ്റർ മാർക്കോ തന്നെ വന്നേക്കും എന്നാണ് നിലവിൽ പുറത്തോട്ട് വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ മാർക്കോ ലെസ്കോവിച്ച് ക്രൊയേഷ്യൻ ക്ലബ്ബിൽ അസംതൃപ്തനാണ്. അദ്ദേഹത്തിന് അവിടെ പ്ലേയിങ് ടൈമും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് അവിടെ ചേർത്ത് വെക്കണം. ഇതിനോടൊപ്പം തന്നെ പുറത്തേക്ക് വരുന്ന ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച്, പ്രത്യേകിച്ചും ഇന്ന് വന്ന മീഡിയ വൈൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട താരങ്ങൾ, ഒന്ന് പഴയ താരമായിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ച്, മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ എല്ലാം ആയിരുന്ന സന്ദേശ് സിംഗനുമാണ്. പക്ഷേ സന്ദേശ് സിംഗൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ 2027 വരെ അദ്ദേഹത്തിന് FC ഗോവയുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. നിലവിൽ ഗോവയിൽ അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഗോവ ഒന്ന് തകർന്ന് ആടി ഉലഞ്ഞു പോയപ്പോൾ ഗോവയുടെ തിരിച്ചുവരവിന് വളരെ നിർണായകമായിട്ടുള്ള സാന്നിധ്യമായത് ജിങ്കന്റെ മടങ്ങിവരവാണ്. ജിങ്കൻ വന്നതിന് ശേഷം ഗോവയുടെ പ്രതിരോധം റോക്ക് സോളിഡായി മാറി. പിന്നീട് ഗോവ പോയിന്റ് പട്ടികയിൽ അടിവെച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഗോവ ജിങ്കനെ വിട്ടതില്ല. അല്ലെങ്കിൽ അത്രയും മോഹിപ്പിക്കുന്ന ട്രാൻസ്ഫർ ഫീ ബ്ലാസ്റ്റേഴ്സ് കൊടുക്കണം. ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അത് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ക്രൊയേഷ്യൻ ക്ലബ്ബിൽ അസംതൃപ്തനായി പ്ലേയിങ് ടൈം കിട്ടാതെ ഇരിക്കുന്ന മാർക്കോ ലെസ്കോവിച്ചിനെ കൊണ്ടുവരിക തന്നെയാണ് ഏറ്റവും ഈസി